പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടം പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. 3 ഘട്ടങ്ങളിലായി 284 മണ്ഡലങ്ങൾ ഇതിനോടകം വിധിയെഴുതി കഴിഞ്ഞു. ഇനി വിധിയെഴുതാൻ 259 മണ്ഡലങ്ങൾ. പ്രചാരണം കടുപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. 4ാം ഘട്ടത്തോടടുക്കുമ്പോൾ ന്യൂനപക്ഷ സംവരണം പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നു. ബിജെപി അധികാരത്തിലെത്തിയാൽ മുസ്ലിം സംവരണം അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് തെലങ്കാനയിൽ അമിത്ഷാ. തെലങ്കാനയിൽ നിലവിലുള്ള 4% സംവരണം എടുത്തുകളയുമെന്നും അത് SC, ST, OBC വിഭാഗങ്ങൾക്ക് നൽകുമെന്നും അമിത്ഷാ ആവർത്തിക്കുന്നു. സംവരണം നൽകുന്നതിന് മതം അടിസ്ഥാനമാക്കില്ലെന്ന് മോദിയും പറയുന്നു. അതേസമയം മോദിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിക്കാണ് കോൺഗ്രസ് നീക്കം. തമിഴ്നാട് ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. പോരു കടുക്കുമ്പോൾ ന്യൂനപക്ഷ സംവരണത്തിൽ കൊമ്പുകോർക്കുകയാണ് നേതാക്കൾ. ഈ വിഷയം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ പരിശോധിക്കുന്നു. എനിക്കൊപ്പം ഞങ്ങളുടെ ഇലക്ഷൻ അനലിസ്റ്റ് മനു ഭരത്തുമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. വീണ്ടും സ്വാഗതം മനു. ഇനി 4 ഘട്ടങ്ങളാണ് നടക്കാനുള്ളത്. 284 എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ്. 2ാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംവരണം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പ്രധാനമന്ത്രി തന്നെ അതിന് തുടക്കമിടുന്നു. അതിപ്പോൾ കത്തിക്കയറുകയാണ്. ഇപ്പോൾ അതിൽ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് എത്തുന്നു. നമ്മൾ ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ എന്താണ് ഈ ന്യൂനപക്ഷ സംവരണത്തിന്റെ പ്രാധാന്യം? ഇതിൽ ഈ വരാനിരിക്കുന്ന 4ാം ഘട്ടം BJPയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ്. ഒന്ന്, ദക്ഷിണേന്ത്യയിലേക്ക് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും അവർ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. ഈ 2 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ BJP പ്രാധാന്യം നൽകുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇസ് ബാർ 400 പാർ എന്ന BJPയുടെ പ്രയോഗം ഫലവത്താകണമെങ്കിൽ ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ ഒരു മേൽക്കൈ നേടാൻ BJPക്ക് കഴിയണം. ആ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ 3ാം ഘട്ടത്തോടു കൂടി നമ്മൾ കാണുന്നത് BJPയുടെ ഒരു പ്രചരണ തന്ത്രം മാറുകയാണ്. നേരത്തെ മറ്റു പല വിഷയങ്ങളിലും ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിച്ച് നടത്തിയിരുന്നൊരു പ്രചരണം ഇതിൻ്റെ ഒരു 3ാമത്തെയും 4ാമത്തെയും ഘട്ടത്തിൽ വരുമ്പോഴേക്കും അത് റാം ആൻഡ് റിസർവേഷൻ എന്ന തരത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്ന് തെലങ്കാനയിലെ ബോംഗേറിൽ അമിത്ഷാ അവിടെ പ്രചരണം നടത്തി. രൂക്ഷമായ ആരോപണമാണ് അദ്ദേഹം ഇന്ന് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹം ഉന്നയിക്കുന്നൊരു പ്രധാന കാര്യം ഈ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യത്തിൽ അധികം ഒരു പ്രാധാന്യം നൽകുന്നു. കോൺഗ്രസ് വന്നാൽ ശരീഅത്ത് നടപ്പിലാക്കും, ഖുർആൻ അനുസരിച്ചുള്ള ഭരണങ്ങൾ കൊണ്ടുവരും, മുത്തലാഖ് തിരിച്ചു വരും, അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ അദ്ദേഹം അവിടെ നടപ്പിലാക്കുകയാണ്. ഖുർആൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭരണം നടക്കുക. ഇങ്ങനെ ഉള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അതേസമയം ആന്ധ്രാപ്രദേശിലും സമാനമായ രീതിയിൽ ഉള്ള പ്രചരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു വ്യത്യാസം, അവിടെ സ്വാഭാവികമായും TDP അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ കർണൂലിലും തെലങ്കാനയിലും ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ സമാനമായ തർക്കം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ ഇതിനെ മറുത്തുകൊണ്ട് കർണൂലിൽ അവിടെ ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹം വ്യക്തമാക്കിയത് ഈ മുസ്ലിം സംവരണത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു നീക്കം ഉണ്ടാകും എന്നാണ്. അപ്പോൾ പ്രധാനമന്ത്രി ആദ്യം തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ ഒരു വിവാദം അദ്ദേഹം ആരംഭിച്ചിരുന്നു.
അപ്പോൾ അദ്ദേഹം ആരംഭിച്ച ആ ഒരു വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ ആദ്യം ഈ ന്യൂനപക്ഷ സംവരണത്തിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കി, പിന്നെ അത് കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു, ഇനി അത് രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ്. അപ്പോൾ ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക തങ്ങൾക്ക് അനുകൂലമായി എന്നൊരു നീക്കമായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് തീർച്ചയായും. എന്തായാലും അവിടെ മനു, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധിയായിട്ടുള്ള പരാതി, ഇത് വിദ്വേഷ പ്രസംഗമാണ്, വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ പോയിട്ടുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യം. ഇപ്പോൾ കോൺഗ്രസിന്റെ തമിഴ്നാട് ഘടകം ഇതിനെതിരെ കോടതിയെ തന്നെ സമീപിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്ന രീതി എങ്ങനെയാണ്? അപ്പോൾ തന്നെയും ദേശീയ തലത്തിൽ രാഹുൽ ഇന്നലെയൊക്കെ സാമ്പത്തികതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ അംബാനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ പറയുമ്പോൾ പോലും ഇതിൽ നേരിട്ടൊരു മറുപടി പറയാൻ കോൺഗ്രസിന് പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? ഇതിൽ ഈ സാം പിട്രോഡയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നതെന്ന് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് പറഞ്ഞു. അത് അമേരിക്കയിലും മറ്റിടങ്ങളിലുമൊക്കെ ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികൾക്ക് ആ സ്വത്ത് കൈമാറുമ്പോൾ വലിയ തുക നികുതിയായി അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ മക്കളിലേക്ക് ഇങ്ങനെ വലിയ സമ്പാദ്യം മാറ്റിവെക്കുന്നതിൽ നിന്ന് വലിയൊരു തുക ഭരണകൂടത്തിന് ലഭിക്കും എന്ന് അത് ചുവടുപിടിച്ചാണ് ഇത് ആദ്യത്തെ ഒരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തുന്നത്. ഇങ്ങനെ ഹൈന്ദവ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ പണം തട്ടിയെടുത്ത് വേറെ കുറെ മക്കളുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു നീക്കം നടക്കുന്നു, നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിക്കുന്നു, കെട്ടുതാലി പോലും ആഭരണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ സംസാരിച്ചത്. അതെ, അപ്പൊ അത്തരം വിഷയങ്ങൾ അദ്ദേഹം അവിടെ ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഈ രാജസ്ഥാനിൽ ഈ മധേപൂരിലൊക്കെ അദ്ദേഹം ഒക്കെ ഇത്തരം വിവാദങ്ങൾ അദ്ദേഹം ഉയർത്തുകയും ഒക്കെ ചെയ്തു. ഏതായാലും ഈ ടോങ്സായി മധേപൂരയിലും സമാനമായ വിവാദം ഉയർത്തുമ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതായത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം അത് തട്ടിയെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകാനുള്ളൊരു നീക്കം നടക്കുന്നു. അപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു ഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം ജാതി സെൻസസ് ആവശ്യമാണ്. കാരണം ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അവരുടെ അർഹിക്കുന്ന അംഗീകാരം ഇനിയും കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ പിന്നോക്കക്കാരുടെ പിന്നോക്കാവസ്ഥ തുടരുന്നു എന്നൊരു നയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആദ്യം അതിനെ എതിർത്ത പ്രധാനമന്ത്രി പിന്നീട് അത് ഒരു പക്ഷേ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാകണം ഇത് മാറ്റുന്നത്. ഇന്ന് അമിത്ഷാ പറഞ്ഞത് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം ഇരട്ടിയാക്കും എന്നാണ്. നേരത്തെ ഇത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 50% വരെ ആക്കാവൂ എന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു. അതാണ് പ്രായോഗികമായി നടപ്പിലാക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സമാനമായ ഒരു നിലപാടുമായി വന്നിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പ്രസംഗങ്ങളിൽ SC/ST OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം അത് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് 50%-ലധികം വർദ്ധിപ്പിക്കാൻ ഉള്ള. ഇവിടെ മനു ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം തുടങ്ങുമ്പോൾ തന്നെ ജാതി സെൻസസ് എന്ന ഒരു വിഷയം ചർച്ചയാക്കാനും അത് പ്രധാന അജണ്ടയാക്കാനും ശ്രമിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. അത് BJP കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്ന അതിൻ്റെ കാരണമായി ചരൺ സിംഗിനും മറ്റുമൊക്കെ പിന്നീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാരത് രത്ന അവാർഡുകൾ കർപ്പൂരി താക്കൂറിന് ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള നീക്കം നടന്നപ്പോൾ അത് BJP കേന്ദ്രങ്ങളെ അത് അസ്വസ്ഥപ്പെടുത്തി എന്നതിന്റെ സൂചനയായി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു അജണ്ട അതിന് പിൻപറ്റി BJP നീക്കം നടത്തിയത്, അതിപ്പോൾ ഈ നിലയിലുള്ള പ്രചരണങ്ങളിലേക്ക് എത്തപ്പെട്ടത്? അല്ലെ, സ്വാഭാവികമായും കോൺഗ്രസ് വലിയൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്, അതായത് ഈ ന്യൂനപക്ഷങ്ങൾ, അല്പസംഖ്യക്, അതുപോലെ പിച്ചഡേ ലോഗ് എന്ന തരത്തിലുള്ള വിഭാഗങ്ങൾ, അതായത് പിന്നോക്ക സാഹചര്യങ്ങളിലുള്ളവർ, അതുപോലെ ന്യൂനപക്ഷങ്ങൾ, ഇവരുടെ ഒരു പിന്തുണ കോൺഗ്രസ്സിന് കിട്ടും എന്നതാണ്. കാരണം BJP ഒരു സമ്പന്ന പാർട്ടിയും സവർണ പാർട്ടിയും ഒക്കെയായി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ളൊരു പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയിരുന്നത്. പക്ഷേ അതിനെ പെട്ടെന്ന് തന്നെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ നമ്മൾ കണ്ടു. ബിർസ മുണ്ടയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ പിന്നെ ട്രൈബൽ മേഖലയൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കം BJP ആ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു. പക്ഷേ ഇവിടെ ഈ
തർക്കമുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്തെന്നാൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ TDPക്ക് പക്ഷേ ഇതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. TDP BJPയുടെ NDAയുടെ സഖ്യകക്ഷിയാണെങ്കിലും അവരുടെ ഒരു നിലപാട് ഈ 5% അല്ലെങ്കിൽ 4% സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് നൽകണം, അത് നിലനിർത്തണം എന്നതാണ്. TDP അതിൻ്റെ BJP ഈ വിയോജിപ്പൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും TDP അതിന് ഒരു പടി അപ്പുറത്തേക്ക് ചെല്ലുന്നു. അവർ പള്ളികളുടെ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി പ്രതിമാസം 5000 രൂപ അനുവദിക്കുമെന്ന് പറയുന്നു. ഈദ്ഗാഹുകൾക്ക് പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന് പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മരണാനന്തര കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ശ്മശാനങ്ങളും അതുപോലെ ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുമൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലം ഒക്കെ വിട്ടു നൽകുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവർക്ക് പെൻഷൻ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. ഒപ്പം ഈ മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് പലിശരഹിത വായ്പ ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഹജ്ജ് യാത്രയ്ക്ക് പിന്നെ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറയുന്നു. ഇമാമുകൾക്ക് ഓണറേറിയം നൽകുമെന്ന് പറയുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് മുന്നിൽ വലിയൊരു പാക്കേജ് TDP വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പക്ഷേ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ BJP സ്വാഭാവികമായും ഒരു ഹിന്ദു അല്ലെങ്കിൽ മെജോറിറ്റി സമുദായത്തിൻ്റെ വോട്ട് കൺസോൾട്ടേഷന് ഒരു വശത്ത് ശ്രമിക്കുന്നു. TDP അവരുടേതായിട്ടുള്ള മറ്റൊരു അജണ്ടയുമായി പോകുന്നു. അപ്പോൾ ഇത് ഫലത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് ആണ് NDAയുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഇതൊരു അഭിപ്രായ ഭിന്നതയായി കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ തർക്കമായി വരാം. ഏതായാലും ജഗൻമോഹൻ റെഡ്ഡി വളരെ ശക്തമായ അദ്ദേഹത്തിൻ്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്ത് സംഭവിച്ചാലും 4% സംവരണം തുടരും എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംവരണത്തിൽ ഒരു കാര്യത്തിൽ ഈ പിന്നോക്ക വിഭാഗം മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെയാണ് പ്രധാനമായും അത് ഉൾക്കൊള്ളിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിലിപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ കുറച്ച് സാമ്പത്തിക ശേഷിയും ഒക്കെ മുന്നോട്ടുള്ള ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ പഠാൻ, സെയ്ദ്, മുഗൾസ് അതുപോലെ ഒക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അത്തരം ആളുകളെ കുറേ കൂടി ഒരു പിന്നെ അവർക്ക് സംവരണം ഉണ്ടാകില്ല, പക്ഷേ അവർക്ക് കുറേ കൂടി നല്ലൊരു സാഹചര്യം ഉള്ളവരാണ്. അപ്പോൾ അത് പറ്റില്ല അതേസമയം പിന്നോക്ക സാഹചര്യങ്ങളിലുള്ള ആളുകൾക്ക് കൂടുതൽ റിസർവേഷൻ നൽകുക എന്ന നിലപാടിലേക്ക് അവർ വരുന്നു. ആന്ധ്രാപ്രദേശിലാകട്ടെ ഈ ബോട്സ ഝാൻസി എന്ന വിശാഖപട്ടണത്തെ സ്ഥാനാർത്ഥി ഇന്ന് വളരെ രൂക്ഷമായി പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ വിശാഖപട്ടണത്തിൽ പിന്നെ BJPക്കെതിരെ അവരുടെ ഒരു പ്രയോഗം ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ വലിയ ശക്തമാകുകയും ഒക്കെ ചെയ്തു. അതേസമയം ഗുണ്ടൂരിൽ നമ്മൾ കാണുന്നത് ചന്ദ്രബാബു നായിഡു നേരെ തിരിച്ച് ഈ BJP എടുത്ത ഒരു നിലപാടിന് വ്യത്യസ്തമായ ഒരു നിലപാട് അവിടെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ പക്ഷത്ത് നിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതായാണ്. പ്രധാനമായും ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ പ്രധാനമായും നടക്കുന്നത്. വലിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ഈ 4ാം ഘട്ടത്തോടനുബന്ധിച്ച് നടക്കാനുണ്ട്. നമ്മൾ 2011 സെൻസസ് അടിസ്ഥാനമാക്കിയാണല്ലോ നീങ്ങുന്നത്. അതിന്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 80% വരുന്ന ഭൂരിപക്ഷ സമുദായവും ഏതാണ്ട് 14% ന്യൂനപക്ഷ വിഭാഗങ്ങൾ. പക്ഷേ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അവർ സംവരണമായാലും സ്വത്തായാലും ഒക്കെ കൊള്ളയടിക്കുന്നവരായും നുഴഞ്ഞുകയറ്റക്കാരായും ചിത്രീകരിക്കപ്പെടുന്നു എന്ന ഒരു സാഹചര്യം, ആ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വോട്ടിന്റെ കൺസോൾട്ടേഷൻ എങ്ങനെ ഉണ്ടാകും എന്നതാണ് കരുതേണ്ടത്. BJP ഉദ്ദേശിക്കുന്ന തലം കോൺഗ്രസിന് അവിടെ കൃത്യമായ നിലപാട് പറയാൻ പറ്റാത്തൊരു സാഹചര്യവുമൊക്കെ ഉണ്ടോ? അല്ല, സ്വാഭാവികമായും തെലങ്കാനയിൽ ഒരു 10 സീറ്റോളം NDA പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ അവരിപ്പോൾ പറയുന്നൊരു ഫിഗറിലേക്ക് എത്താനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ 10 സീറ്റുകളിൽ അധികം അവിടെ നിന്ന് ജയിക്കണം എന്നൊക്കെയുള്ളൊരു നിലപാടാണ്. അപ്പോൾ അത് എത്ര കണ്ട് സാധ്യമാകും എന്ന ഒരു സാഹചര്യം വരുന്നു. പക്ഷേ ഈ തെലങ്കാനയിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ മുഴുവൻ പ്രചരണത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി ഈ തർക്കം ആദ്യം വരുന്നത്. ഇത് ഏപ്രിൽ 30 ആണ് പ്രധാനമായും ആദ്യം തെലങ്കാനയിൽ ഈ സഹീറാബാദിൽ ഇങ്ങനെ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തുന്നത്.
അവിടെ അദ്ദേഹം പറഞ്ഞത് ഈ സംവരണത്തിനെതിരെയുള്ള ഒരു നീക്കം ആദ്യമായി അവിടെ നിന്നാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് രാജസ്ഥാനിൽ ആണ് ആദ്യം രാജസ്ഥാനിലെ ജലോറിലും ബൻസ്വാരയിലുമൊക്കെ അദ്ദേഹം ഈ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുന്നു, കൂടുതൽ കുട്ടികളുള്ളവർ എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെയൊക്കെ സംബന്ധിച്ച് പിന്നീട് തർക്കം മുറുകിയപ്പോൾ പഠനങ്ങൾ പുറത്തു വന്നു. ഫെർട്ടിലിറ്റി റേറ്റ് മറ്റുള്ളവർക്ക് തുല്യമായി തന്നെയാണ് മുസ്ലിം സമുദായത്തിന് ഉള്ളതെന്നും 92-93 കാലഘട്ടങ്ങളിൽ 4.4 ആയിരുന്നത് 2019-20 ആകുമ്പോൾ 2.3 കുറയുന്നു. അപ്പോൾ അവർ അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കുന്നവരൊന്നും അല്ല എന്ന തരത്തിലൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരുന്നു. പ്രധാനമന്ത്രി തന്നെ പിന്നീട് തൻ്റെ ആദ്യത്തെ ഈ ജലോറിലും ബൻസ്വാരയിലുമുള്ള ഈ പ്രസംഗം ഒന്ന് മയപ്പെടുത്തി താൻ ഒരു വിഭാഗത്തിനെതിരല്ല, പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിലാണ് വരുന്നത്, എന്നാൽ ആർക്കും ഒരു വിവേചനം ഈ കേന്ദ്ര പദ്ധതികളിൽ ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് കുറച്ചൊക്കെ വരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഈ മേധക്കിൽ വീണ്ടും തെലങ്കാനയിൽ ഈ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് മെയ് 1 ഗുജറാത്തിൽ വരുന്നു. അതേപോലെ മേധക്കിൽ ഈ വിഷയം വരുന്നു. പിന്നീട് മെയ് 2 ആകുമ്പോഴത്തേക്കും കോൺഗ്രസിനുള്ള വോട്ട് ജിഹാദിനുള്ള ഒരു വോട്ടാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം. ഇവിടെ നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തുല്യ അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്കും അവകാശമുണ്ട് രാജ്യത്തിന്റെ സ്വത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന മൻമോഹൻ സിംഗിന്റെ 2006 പരാമർശം ചൂണ്ടിയാണ് നരേന്ദ്രമോദി ഈ ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. പക്ഷേ അതിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചാകുന്നുണ്ടോ എന്നാണല്ലോ ചോദ്യം. സാം പിട്രോഡയുടെ പരാമർശമാണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു ടാക്സ് സംവിധാനം അമേരിക്കയിലുണ്ട്, അത് സാധാരണക്കാർക്ക് കൂടി രാജ്യത്തിന്റെ അല്ലെങ്കിൽ പൊതു സ്വത്ത് വിഹിതം എത്തുന്ന തരത്തിലാണ്, അതിനെ താൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കേണ്ടതാണ്. നമുക്കറിയാം നമ്മളുടെ രാജ്യത്തിന്റെ സാഹചര്യം എന്താണ്, സാമ്പത്തിക അവസ്ഥ എന്താണ്, അവിടുത്തെ ആ ഡിവൈഡ് എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പോലും പക്ഷേ അത് വിശദീകരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു എടുത്തുചാടിയുള്ളൊരു പ്രതികരണം വലിയ തോതിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ ഉള്ള ഒരു പ്രവണത കൂടി, വോട്ടിംഗ് പ്രവണത കൂടി അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ദേശീയ നേതൃത്വത്തിന് ഒരു പക്ഷേ ശക്തമായി പ്രതികരിക്കാൻ കഴിയൂ. അതേസമയത്ത് പ്രാദേശിക നേതൃത്വത്തിന് ഇപ്പം മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത് തമിഴ്നാട് കടന്നാണ്. അപ്പോൾ അവർക്ക് പ്രാദേശിക നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടികൾ എടുക്കാം. പക്ഷേ ഒരു ദേശീയ നേതൃത്വം എന്ന തരത്തിൽ വരുമ്പോൾ അവർ കുറെ കൂടി ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അങ്ങനെ വരാതിരുന്നാൽ അത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാക്കും എന്ന് അവർക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംവരണത്തെക്കുറിച്ച് ഇങ്ങനെ സംവരണം വർദ്ധിപ്പിക്കും എന്ന കാര്യം പറയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പ്രാദേശികമായ ഈ വിഷയം മുസ്ലിം സംവരണം 4% എന്നത് പറയാനൊന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. പലയിടത്തും BJP അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംവരണത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് വേണം, നിങ്ങൾ സംവരണം 50% മുകളിലേക്ക് ഉയർത്തും എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ, അല്ലെങ്കിൽ OBC കോട്ട വെട്ടിക്കുറയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പ്രചരണങ്ങൾ അവർ നടത്തുന്നു. ഏതായാലും ഇതൊക്കെ ഒരു വലിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മത അടിസ്ഥാനത്തിൽ സംവരണം സാധ്യമാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കവും പ്രധാനമന്ത്രി തുടങ്ങി വയ്ക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ഈ പിന്നോക്ക വിഭാഗങ്ങൾ ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു സംവരണത്തിന് മാത്രമേ ഭരണഘടന അംഗീകാരം നൽകുന്നുള്ളൂ എന്നതാണ്. മത അടിസ്ഥാനത്തിലുള്ള ഒരു സംവരണം ഭരണഘടനയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ ഈ ഭരണഘടനാ ശില്പികളായ ആളുകൾ ഇത് സംബന്ധിച്ച് ഒക്കെ അന്ന് അവർ ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്ന ഘട്ടത്തിലൊക്കെ അവർ ഈ വിഷയം വളരെ ആഴത്തിൽ പഠിച്ചതാണ്. മതാടിസ്ഥാനത്തിൽ വേണോ, സാമ്പത്തിക അടിസ്ഥാനത്തിൽ വേണോ, അങ്ങനെയൊക്കെ ഉള്ള പഠിച്ചതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു വാദം അന്ന് ഈ ജാതി അടിസ്ഥാനത്തിൽ മതി എന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിക്കുന്ന ഒരു സമിതിയിൽ RSSകാരുണ്ടായിരുന്നില്ല, BJPക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ആ ഭരണഘടനാ ശില്പികൾ അവരുടെ താല്പര്യം അല്ലെങ്കിൽ ഇത് കൃത്യമായി പഠിച്ച് BJPയുടെ ഒരു നിലപാടിനെ കണക്കിലെടുക്കാതെ തന്നെ അവർ പഠിച്ച് കണ്ടെത്തിയ ഒരു നിലപാടാണ് ഇത് ജാതി അടിസ്ഥാനത്തിൽ കൊടുക്കുക, പിന്നോക്ക സാഹചര്യങ്ങളിലേക്ക് കൊടുക്കുക എന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഉൾപ്പെടെ സംവരണം വന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതെ, ഏറ്റവും ഒടുവിൽ അത് ഇപ്പോൾ 10% സംവരണം അവർക്ക് നൽകാനുള്ളൊരു കേന്ദ്ര നടപടി ഉണ്ടായി.
അപ്പോൾ ഇതിൽ ഈ ഭരണഘടന പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ പല കേസുകൾ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മണ്ഡൽ കമ്മീഷൻ്റെ തുടക്കത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള പിന്നെ നമുക്കറിയാം 90കളിലാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യ തർക്കമൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ വരുന്നു. മണ്ഡൽ കമ്മീഷന് പിന്നെ അന്ന് രാജീവ് ഗോസ്വാമി എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അതോടുകൂടി അത് വലിയ വിവാദമൊക്കെ ആകുകയും ചെയ്യുന്നു. പക്ഷെ അതിനൊക്കെ എങ്ങനെയാണ് ഉത്തരേന്ത്യയെ സ്വാധീനിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം ആരംഭിച്ചിരുന്നു. മണ്ഡൽ കമ്മീഷൻ എന്നത് ബി പി മണ്ഡലിൻ്റെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇതിൻ്റെ ഒരു പഠനം 79ലാണ് ആരംഭിച്ചത്. അന്ന് ഈ ജനതാ സർക്കാരാണ് ഇത്തരം ഒരു ഇതിനു വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുകയൊക്കെ ചെയ്ത മൊറാർജി ദേശായിയാണ് അതിന് മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തത്. അതിൽ അവർ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയത് ഇന്ത്യയിൽ ഏറെക്കുറെ 52% ആളുകൾ പിന്നോക്ക സാഹചര്യത്തിൽ ഉള്ളവരാണ് എന്ന് കണ്ടെത്തി. അതിൽ OBC-കൾക്ക് 27% റിസർവേഷൻ ആവശ്യമാണ് എന്നവർ നിലപാടെടുക്കുന്നു. അത് അങ്ങനെ SC/ST OBC റിസർവേഷൻ ഏതാണ്ട് 49.5% വേണം എന്നുള്ളൊരു പഠനം 1980-കളിലാണ് ഇത് പുറത്തു വരുന്നത്. പക്ഷേ ഇത് 90-ലാണ് ഇത് VP സിംഗ് ഓഗസ്റ്റിലാണ് താൻ ഇത് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. തുടർന്ന് തീർച്ചയായും അതിന്റെ ചരിത്രമുണ്ട് മനു. അതിന് അന്ന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസ് ആണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആദ്യം തുടങ്ങി വെച്ചതും. പക്ഷേ അത് ഏത് നിലയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.